പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ 3rd ലെസൺ വെയിറ്റിംഗ് ഫോർ റെയിൻ. ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഏതൊക്കെ ഡിസ്കോഴ്സസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇമെയിൽ. You are sending a reply email to your social media friend from Australia who wants to visit Kerala during the monsoon season. Telephone conversation between you and Anitha Nair on fixing a schedule for an interview. Speech. Prepare the script for a speech on the need to protect nature. Travel portfolio. Make a travel portfolio for publishing in the online magazine of your school. Script for a video documentary. Prepare the script for a short video documentary about one of your favorite tourist locations. ഇത്രയും ഡിസ്കോഴ്സുകളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമുക്ക് ഓരോന്നും വിശദമായി തന്നെ പരിശോധിക്കാം. Let's recall and recreate. Activity 1. Your social media friend, who is an Australian, comes across the article Waiting for Rain written by Anitha Nair. He sends you an email expressing his wish to visit Kerala during the forthcoming monsoon season. Draft your reply to the email. നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ട്, അദ്ദേഹം ഒരു ഓസ്ട്രേലിയക്കാരനാണ്. അദ്ദേഹം അനിത നായർ രചിച്ച വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ആർട്ടിക്കിൾ കാണാൻ ഇടയായി. അതുവഴി കേരളത്തിലെ മൺസൂൺ സീസൺ ആസ്വദിക്കാനും ആഘോഷമാക്കാനും കേരളം സന്ദർശിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതായി നിങ്ങൾക്കൊരു ഇമെയിൽ അയച്ചു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് വെൽക്കം ചെയ്തുകൊണ്ട് ഒരു റിപ്ലൈ ഇമെയിൽ അയക്കുന്നു. അത്തരത്തിലുള്ള ഒരു റിപ്ലൈ ഇമെയിലാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇതാണ് ആക്ടിവിറ്റി. ഇമെയിൽ മെസ്സേജുകൾ തയ്യാറാക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ ഫോമാറ്റ് അറിഞ്ഞിരിക്കണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നാം ഇമെയിൽ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ആൻസർ പേപ്പറിൽ ഈ ഫോമാറ്റ് നാം എഴുതി കാണിക്കേണ്ടി വരും. റിയൽ ലൈഫിൽ ഇമെയിൽ മെസ്സേജുകൾ അയക്കുമ്പോൾ നാം കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിച്ച് ഇലക്ട്രോണിക്കലായിട്ടാണ് മെസ്സേജുകൾ കൈമാറുന്നത്. അത്തരം ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ മെസ്സേജ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ പരീക്ഷാ ആൻസർ പേപ്പറിൽ ഈ ഫോമാറ്റ് നാം എഴുതി കാണിക്കേണ്ടി വരും. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ 5 ബോക്സുകൾ ഉണ്ടാക്കുക. ഓരോ ബോക്സിലും ഫ്രം എന്നതിന് നേരെ എഴുതുന്ന ഇമെയിൽ അയക്കുന്ന ആളുടെ ഇമെയിൽ ID ഉൾപ്പെടുത്തുക. ടു എന്ന ബോക്സിന് നേരെ ആർക്കാണോ ഇമെയിൽ ലഭിക്കേണ്ടത് ആ റിസീവറുടെ ഇമെയിൽ അഡ്രസ് ആണ് ഉൾപ്പെടുത്തേണ്ടത്. CC എന്നത് കാർബൺ കോപ്പി. ഒരു കോപ്പി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കോപ്പി ലഭിക്കേണ്ട വ്യക്തിയുടെ ഇമെയിൽ ID ആണ് നൽകേണ്ടത്. ഇനി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കോപ്പി ആവശ്യപ്പെട്ടില്ല എങ്കിലും ഈ ഒരു ബോക്സ് ബ്ലാങ്ക് ആയിട്ട് എഴുതി ചേർക്കണം. അതുപോലെ തന്നെയാണ് BCC ബ്ലൈൻഡ് കാർബൺ കോപ്പി. ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും ആ ബോക്സ് തയ്യാറാക്കുക. ദെൻ 5ാമത്തെ ബോക്സ് സബ്ജക്റ്റ് ആണ്. ഫ്രണ്ട്ലി ഇമെയിൽ ആണെങ്കിലും ഒഫീഷ്യൽ ഇമെയിൽ ആണെങ്കിലും അഥവാ ഫോമൽ ഓർ ഇൻഫോമൽ ആണെങ്കിലും 2 തരം ഇമെയിൽ മെസ്സേജുകളിലും നാം സബ്ജക്റ്റ് ഉൾപ്പെടുത്തണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവശ്യപ്പെടുന്ന വിഷയത്തെയാണ് നാം സബ്ജക്റ്റായി ഒരു ഹെഡിങ് പോലെ ചുരുക്കി എഴുതേണ്ടത്. നമുക്കിവിടെ ഈ ആക്ടിവിറ്റിയുടെ ആൻസർ എന്ന രൂപത്തിൽ തയ്യാറാക്കിയ ഈ ഇമെയിൽ ഒന്ന് വായിച്ചു നോക്കാം. ആക്ടിവിറ്റിയിൽ ആവശ്യപ്പെടുന്ന വിസിറ്റ് ടു കേരള ഡ്യൂറിംഗ് ദ മൺസൂൺ എന്ന ഹെഡിങ് കൊടുത്തത് ശ്രദ്ധിക്കുക. ദെൻ ഇതൊരു ഫ്രണ്ട്ലി ഇമെയിൽ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഓസ്ട്രേലിയൻ സുഹൃത്തിന് മറുപടിയായിട്ട് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇൻഫോർമൽ ആയിട്ടാണ് സല്യൂട്ടേഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹായ് മൈക്ക്. ദെൻ നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് അയക്കുന്നു. ഐ ആം സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് അനിത നായർസ് വെയിറ്റിംഗ് ഫോർ റെയിൻ ഇൻസ്പയർഡ് യു. അനിത നായർ രചിച്ച വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ആർട്ടിക്കിൾ നിങ്ങളെ വളരെയധികം ആകർഷിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. വിസിറ്റിംഗ് കേരള ഡ്യൂറിംഗ് ദ മൺസൂൺ വിൽ ബി ആൻ ഇൻക്രെഡിബിൾ എക്സ്പീരിയൻസ് ഫോർ യു. മൺസൂൺ സീസൺ ആ സന്ദർഭത്തിൽ കേരളം സന്ദർശിക്കുക എന്നത് നിങ്ങൾക്ക് തികച്ചും അവിശ്വസനീയമായ ഒരു അനുഭവമായിരിക്കും. ദ റെയിൻസ് ബ്രിങ് എവറിഥിങ് ടു ലൈഫ്. മഴക്കാലം
എല്ലാത്തിനും ഒരു പൊതുജീവൻ നൽകുന്നു. The rivers, ponds and fields overflow with clear water. നദികളും കുളങ്ങളും വയലുകളും എല്ലാം തന്നെ ക്ലിയർ വാട്ടർ നിറഞ്ഞൊഴുകും. The air is fresh and fine. അന്തരീക്ഷമാണെങ്കിൽ വളരെ ഫ്രഷ് ആൻഡ് ഫൈൻ ആയിരിക്കും. ആൻഡ് യു വിൽ ഫീൽ റിഫ്രഷ്ഡ് ആൻഡ് റീജുവനേറ്റഡ്. അതുകൊണ്ട് തന്നെ വളരെ റിഫ്രഷ്ഡും പുതിയ ഒരു ഊർജം കൈവന്ന പോലെയായിരിക്കും നിങ്ങൾക്ക്. ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് ടൈം ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ആൻഡ് ലോക്കൽ കൾച്ചർ. അതുകൊണ്ട് തന്നെ കേരളം പോലുള്ള ഒരു പ്രദേശം സന്ദർശിക്കുമ്പോൾ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും കേരളക്കാരുടെ പ്രത്യേകമായ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ടൈമാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന മൺസൂൺ സീസൺ. ജസ്റ്റ് റിമെമ്പർ ടു പാക്ക് സം റെയിൻ വെയർ ആൻഡ് ബി റെഡി ഫോർ സം അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് ഇൻ യുവർ ലൈഫ്. യാത്ര പുറപ്പെടുമ്പോൾ മഴക്കാലത്തിന് ആവശ്യമായ റെയിൻ വെയർ, മഴക്കോട്ടുകൾ കരുതാൻ മറക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില മൊമെന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതിനെ തയ്യാറാവുക. മാനസികമായി ഉല്ലസിക്കാനും സന്തോഷിക്കാനും റെഡി ആയിക്കൊണ്ട് യാത്ര പുറപ്പെട്ടോളൂ. ഐ ആം ഷുവർ യു വിൽ ലവ് ആൻഡ് എൻജോയ് ദ മൺസൂൺ ആസ് മച്ച് ആസ് വി ഡു ഹിയർ. തീർച്ചയായും മൺസൂൺ സീസൺ നിങ്ങൾ വളരെയധികം ആസ്വദിക്കും. ആ സീസൺ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടും. ഞങ്ങളെല്ലാവരും ഇവിടെ ആസ്വദിക്കുന്ന പോലെ തന്നെ. ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു സൂൺ. നിങ്ങളെ ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ. ബെസ്റ്റ് റിഗാർഡ്സ് റഹീം എന്ന രൂപത്തിലാണ് മെസ്സേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊരു മോഡലാക്കി വിദ്യാർത്ഥികൾ സ്വന്തമായി തന്നെ ഇത്തരം മെസ്സേജുകൾ എഴുതി പരിശീലിക്കുക. Now the activity 2. As the editor of your school magazine, you plan to interview Anitha Nair. Draft a telephone conversation seeking her consent for a personal interview. നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ മാഗസിന്റെ എഡിറ്റർ ആണെന്ന് സങ്കല്പിക്കുക. റൈറ്റർ അനിത നായരുമായി ഒരു പേഴ്സണൽ ഇന്റർവ്യൂ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവർക്കതിന് സമ്മതമാണോ എന്നറിയാൻ നിങ്ങൾ അവരുമായി ഒരു ടെലിഫോൺ കോൺവെർസേഷനിൽ ഏർപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഒരു ടെലിഫോൺ കോൺവെർസേഷൻ ഡിസ്കോഴ്സായി ഇവിടെ അവതരിപ്പിക്കുക. ഇതാണ് ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിക്ക് ആൻസർ എന്ന രൂപത്തിൽ ഇവിടെ ഒരു മോഡൽ കോൺവെർസേഷൻ തയ്യാറാക്കിയത് നമുക്കൊന്ന് വായിക്കാം. ആദ്യം നിങ്ങൾ അനിത നായർക്ക് ഫോൺ ചെയ്ത് ചോദിക്കുന്നു. ഹലോ, ഈസ് ദിസ് മിസ് അനിത നായർ? അനിത നായർ: യെസ്, ഐ ആം അനിത. ഹു ഈസ് കോളിംഗ്? യു: ഹായ് മിസ് അനിത, മൈ നെയിം ഈസ് റാണി ആൻഡ് ഐ ആം ദി എഡിറ്റർ ഓഫ് അവർ സ്കൂൾ മാഗസിൻ. ഐ ഹോപ്പ് ഐ ആം നോട്ട് ഡിസ്റ്റർബിംഗ് യു. Anitha Nair: not at all. How can I help you, Rani? You: thank you. I am calling to request a personal interview with you for our magazine. We would love to talk to you about your writing, especially your experiences and thoughts on your village life during the monsoon season. Anitha Nair: that sounds interesting. When are you thinking of doing the interview? You: we can do it at your convenience. Any date or time that is suitable to you would be great. Anitha Nair: all right. Let me check my schedule and get back to you. You: that would be wonderful. Thank you so much for considering it. We are really looking forward to it. Anitha Nair: you're welcome. I'll be in touch with you soon. You: thanks again, ma'am. Have a great day. Anitha Nair: you too. Goodbye. You: goodbye. Third activity. Lush green landscapes, crystal clear beaches and the heavy monsoon made Kerala God's own country. സമ്പന്നമായ പച്ചപ്പ് നിറഞ്ഞ കേരളത്തിന്റെ ഭൂപ്രകൃതിയും ക്രിസ്റ്റൽ ക്ലിയർ തീരപ്രദേശങ്ങളും ശക്തമായ മഴയും മഴക്കാലവും എല്ലാം ചേർന്നുകൊണ്ടാണ് കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയത്. However, all these seem to be in danger of extinction. എന്നാൽ ഇന്ന് ഇതെല്ലാം തന്നെ അപ്രത്യക്ഷമാകുന്ന അപകടാവസ്ഥയിലാണ്. Prepare a speech on the need to protect nature and present it in the class. Need to protect nature. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു സ്പീച്ച് തയ്യാറാക്കുക, അതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, എന്നിട്ട് ആ സ്പീച്ച് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നതാണ് ആക്ടിവിറ്റി. ഇതിന്റെ ആൻസർ എന്ന രൂപത്തിൽ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്പീച്ചിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ബിഗിനിങ്, ദെൻ ഡെവലപ്മെന്റ്, സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പുരോഗതി, ദെൻ ആപ്റ്റായുള്ള എൻഡിങ്, ഇതെല്ലാം ഉണ്ടായിരിക്കണം. നമുക്ക് ഈ മോഡൽ സ്പീച്ച് അതിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Respected teachers and dear friends, good morning. I am extremely delighted and feel honored that I got an opportunity to speak to you about something very important, the need to protect nature. We all know that Kerala is known as God's own country, with its lush green landscapes, beautiful beaches and refreshing monsoons. But sadly, these natural treasures are now under threat. Recent disasters like the landslide in Wayanad have shown us the harsh reality. ഈ സമീപകാലത്ത് വയനാട്ടിൽ സംഭവിച്ച പോലെയുള്ള ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടൽ ചില പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. Hundreds of lives lost and homes, schools and businesses were destroyed. ഇത്തരം ദുരന്തങ്ങളിൽ നൂറുകണക്കിന് മനുഷ്യജീവനാണ് നഷ്ടമായത്. വീടുകളും സ്കൂളുകളും ബിസിനസ് സ്ഥാപനങ്ങളും തകർന്നടിഞ്ഞു. Many of these tragedies are not just natural disasters. എന്നാൽ ഇത്തരം ദുരന്തങ്ങളിൽ പലതും പ്രകൃതി ദുരന്തങ്ങളല്ല, but are caused by human activities. പലതും മനുഷ്യനിർമ്മിതമാണ്, മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലമുണ്ടാകുന്നതാണ്. Like unscientific mining, cutting down trees and constructing huge concrete monstrosities in ecologically fragile areas. അശാസ്ത്രീയമായിട്ടുള്ള മൈനിങ്, കട്ടിംഗ് ഡൗൺ ട്രീസ്, ഇക്കോളജിക്കലി ഫ്രജൈൽ ഏരിയാസ്, പരിസ്ഥിതി ദുർബല മേഖലകളിൽ അശാസ്ത്രീയമായിട്ടുള്ള ഭീമാകാരമായിട്ടുള്ള കോൺക്രീറ്റ് നിർമ്മാണം, കോൺക്രീറ്റ് കെട്ടിട നിർമ്മാണം, ഇത്തരം അശാസ്ത്രീയമായ പ്രവൃത്തികൾ മൂലമാണ് പല ദുരന്തങ്ങളും സംഭവിച്ചത്. If we don't act now to prevent harming nature and destroying environment, പ്രകൃതിയെ പ്രയാസപ്പെടുത്തുന്ന, പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നാം യഥാസമയം തടഞ്ഞില്ല എങ്കിൽ our beautiful Kerala could soon become barren. നമ്മുടെ മനോഹരമായ കേരളവും സമീപ ഭാവിയിൽ തന്നെ ഊഷരഭൂമിയായി, ബാരനായി മാറും. We must be thoughtful and more responsible. Protecting nature means planting trees, preserving water resources, stopping illegal construction and caring for our nature, our environment. Let me conclude my words reminding both you and me. If we take care of nature, it will take care of us. If we don't, it will retaliate. Thank you. Activity 4. Collect a few inspiring travel quotes from travel magazines and blogs. Choose photos of your own travel experiences and provide suitable captions to them using the quotes. Now, compile the travel quotes and photos to make a travel portfolio for publication in the online magazine of your school. നാലാമത്തെ ആക്ടിവിറ്റിയിൽ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് ട്രാവൽ മാഗസീനുകളിൽ നിന്നും ട്രാവൽ ബ്ലോഗുകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ട്രാവൽ ടൂറിസ്റ്റ് പോയിന്റുമായി ബന്ധപ്പെട്ട കൊട്ടേഷൻസ് ആൻഡ് പിക്ചേഴ്സ് ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് ഒരു ട്രാവൽ പോർട്ട്ഫോളിയോ, വ്യത്യസ്തമായ ടൂറിസ്റ്റ് ലൊക്കേഷനുകളെ കുറിച്ച ചിത്രങ്ങൾ, വിവരണങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു പോർട്ട്ഫോളിയോ രൂപത്തിൽ ഒരു ബ്രോഷർ പോലെ തയ്യാറാക്കുക. ഈ ആക്ടിവിറ്റിയുടെ ആൻസർ എന്ന രൂപത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു മോഡലായിക്കൊണ്ട് ഒരു ട്രാവൽ പോർട്ട്ഫോളിയോ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വയനാട്ടിലെ പ്രത്യേകമായ പ്രധാനപ്പെട്ട ചില ടൂറിസ്റ്റ് പോയിന്റുകളെ സംബന്ധിച്ച ചിത്രങ്ങളും വിവരണങ്ങളും ഇവിടെ ഒരു ബ്രോഷർ പോലെ തയ്യാറാക്കിയത് വിദ്യാർത്ഥികൾ മോഡലാക്കി സ്വന്തമായി തന്നെ ഇത്തരം ബ്രോഷറുകൾ, പോർട്ട്ഫോളിയോകൾ തയ്യാറാക്കി പരിശീലിക്കുക. Here are a few inspiring travel quotes. ഇവിടെ ഏതാനും ട്രാവൽ കോഡ്സ് നൽകുന്നു. ഇത്തരത്തിലുള്ള ട്രാവൽ കോഡ്സ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശേഖരിക്കാവുന്നതാണ്. The world is a book and those who do not travel read only one page. ലോകം ഒരു പുസ്തകമാണ്. യാത്ര ചെയ്യാത്തവർ ആ പുസ്തകത്തിന്റെ ഒരു പേജ് മാത്രമേ വായിക്കുന്നുള്ളൂ. Live life with no excuses, travel with no regret. എക്സ്ക്യൂസുകളില്ലാതെ ജീവിക്കുക, റിഗ്രറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക.
Traveling, it leaves you speechless, then turns you into a storyteller. യാത്രകൾ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കാഴ്ചകളിൽ മുഴുകി സ്തബ്ധരാകുന്നു, പിന്നീട് നിങ്ങൾ ആ കാഴ്ചകളെക്കുറിച്ച് വാചാലരാകുന്നു. Man cannot discover new oceans unless he has the courage to lose sight of the shore. തീരം വിടാൻ ധൈര്യമില്ലാത്തവർക്ക് പുതിയ സമുദ്രങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. Better to see something once than hear about it 1,000 times. ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വസ്തുവിനെക്കുറിച്ച് 1000 വട്ടം കേൾക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വട്ടം അത് കാണുന്നതാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മോഡൽ ട്രാവൽ പോർട്ട്ഫോളിയോ വയനാട്ടിലെ ഏതാനും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പോയിന്റുകളെ കേന്ദ്രീകരിച്ചാണ്. ഇത് മലയാളത്തിൽ വിശദീകരിക്കുന്നില്ല. വിദ്യാർത്ഥികൾ സ്വയം വായിച്ചു നോക്കുക. പ്രയാസമുള്ള വാക്കുകളോ സെന്റൻസുകളോ ഉണ്ടെങ്കിൽ അധ്യാപകരുടെ സഹായം തേടുക, മനസ്സിലാക്കുക. ഒരു ട്രാവൽ ബ്രോഷർ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ തയ്യാറാക്കുമ്പോൾ ആകർഷണീയമായ, അനുയോജ്യമായ ഒരു ടൈറ്റിൽ നൽകുക. ശേഷം ട്രാവൽ ലൊക്കേഷനെ സംബന്ധിച്ച്, ഡെസ്റ്റിനേഷനെ സംബന്ധിച്ച് ആകർഷണീയമായ ഒരു ചെറു വിവരണം നൽകുക. ഇവിടെ നാം വയനാടിനെ കുറിച്ച് ഏതാനും വാക്കുകളിൽ വിശദീകരിച്ചത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യം ടൈറ്റിൽ. Explore the enchantment of Wayanad. Wayanad, a breathtaking district in Kerala, is a paradise for nature lovers and adventure seekers. From majestic waterfalls and ancient caves to lush wildlife sanctuaries, this region offers an unforgettable journey through some of the most scenic and tranquil spots in South India. Whether you are trekking through dense forests, exploring historical sites, or simply soaking in the beauty of the landscape, Wayanad promises an unparalleled experience. Here are some of the must-visit attractions in this enchanting destination. The first one, Edakal Caves. The Edakal Caves are famous for their ancient rock carvings, believed to date back to 6000 BC. Reaching the caves requires a 45-minute trek through Ambakkutti Mala, and inside you will find 2 chambers with carvings that give insight to a prehistoric civilization. The second one, Banasura Sagar Dam. Banasura Sagar Dam, located on the Kabini River, is surrounded by natural beauty. It offers opportunities for trekking, boating, and sightseeing, making it a popular spot for tourists seeking adventure and relaxation. Pukot Lake. Pukot Lake is a picturesque freshwater lake nestled among lush forests. Shaped like the map of India, the serene lake is ideal for boating, bird watching, and nature walks, offering a peaceful escape in Wayanad. Chembra Peak. Chembra Peak, located in the Nilgiri Hills, is a popular trekking destination with breathtaking views of lush plantations and forests, making it a must-visit for nature lovers and adventure seekers. Next, Wildlife Sanctuary. Wayanad Wildlife Sanctuary is home to many wild animals like elephants, tigers, and deer, spread over 344 square kilometers. It is part of the Nilgiri Biosphere Reserve and offers thrilling jungle safaris and wildlife tours. Meenmutti Waterfalls. Meenmutti Waterfall is a stunning 3-tier waterfall that cascades down from 300 meters. A 2-kilometer trek through dense forest leads to this magnificent site, making it popular among adventure enthusiasts. Next, Sujipara Waterfalls. Sujipara Waterfalls, also known as Sentinel Rock Waterfalls, is a 3-layered fall surrounded by dense forests. Visitors can enjoy trekking, rock climbing, and swimming in the natural pools below the falls. And the last one, Kuruva Island. Kuruva Island is a serene river delta on the Kabini River, spread over 950 acres. Known for its rich flora and fauna, the island features bamboo bridges and lush evergreen forests.
Visitors can engage in boating, rafting, nature walks, etc. Now the fifth activity. Shall we make a video documentary of 4 to 5 minutes picturizing one of your own travel experiences? Draft the script for the documentary including details of the locale, voice-over and camera techniques. ഈ ആക്ടിവിറ്റി വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് 4-5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഡോക്യുമെന്ററിക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് അനുഭവമുള്ള ഏതെങ്കിലും ഒരു ട്രാവൽ ഡെസ്റ്റിനേഷനെ കുറിച്ചായിരിക്കണം വിവരണങ്ങളും ചിത്രീകരണവും എല്ലാം തന്നെ. ആവശ്യമായ ഡീറ്റെയിൽസ്, ലൊക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വോയിസ് ഓവർ, ക്യാമറ ടെക്നിക്സ്, എങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഈ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇവിടെ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകും വിധം ഇത്തരത്തിലുള്ള ഒരു മോഡൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നാം വയനാട്ടിലെ എടക്കൽ കേവ്സിനെ കുറിച്ചാണ് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. വീഡിയോ ഡോക്യുമെന്ററി സ്ക്രിപ്റ്റ് ട്രിപ്പ് ടു എടക്കൽ കേവ്സ്. വയനാട്ടിലെ പ്രസിദ്ധമായ എടക്കൽ ഗുഹകളിലേക്കുള്ള ഒരു യാത്ര, അതിനെ സംബന്ധിച്ച വീഡിയോ ഡോക്യുമെന്ററിയാണ് തയ്യാറാക്കുന്നത്. സ്വാഭാവികമായും ഓപ്പണിംഗ് സീൻ, തുടക്കം എന്ന രൂപത്തിൽ ബ്യൂട്ടിഫുൾ ഷോട്ട്സ് ഓഫ് വയനാട്ട്സ് ഹിൽസ് ആൻഡ് ഫോറസ്റ്റ്. വയനാട്ടിലെ മനോഹരമായ കുന്നുകളും വനങ്ങളും ആദ്യം കാണിക്കുക, അതിൻ്റെ ഷോട്ട്സ്. ദെൻ വോയിസ് ഓവർ, നറേറ്റർ വിശദീകരണം നൽകുന്നു. വെൽക്കം ടു വയനാട്, എ ലാൻഡ് ഓഫ് natural beauty and ancient history. One of its hidden treasures is the Edakal Caves, famous for their prehistoric carvings. ഇങ്ങനെ വിശദീകരണം നൽകി കഴിഞ്ഞ കട്ട് ടു ഹൈക്കേഴ്സ് ട്രക്കിംഗ് അപ്പ് അമ്പുക്കുറ്റി മല. എടക്കൽ ഗുഹയിലേക്ക് സന്ദർശകരായ ട്രക്കേഴ്സ് അവർ കയറി വരുന്ന അമ്പുക്കുറ്റി മല കയറി വരുന്ന കാഴ്ചയിലേക്ക് ക്യാമറ തിരിക്കുക. വീണ്ടും നറേറ്റർ വിശദീകരണം നൽകുന്നു. To reach Edakal Caves, you will take a 45 minutes trek up to അമ്പുക്കുറ്റി മല. എടക്കൽ ഗുഹയിലെത്താൻ നിങ്ങൾക്ക് അമ്പുക്കുറ്റി മല കയറി ഏകദേശം 45 മിനിറ്റ് കയറേണ്ടി വരും. The hike is tough, but the view and history make it worth the effort. ഇങ്ങോട്ടുള്ള കയറ്റം പ്രയാസകരമായിരിക്കും, എങ്കിലും ചരിത്രവും കാഴ്ചകളും നിങ്ങളുടെ അധ്വാനത്തിന് ഫലം നൽകും. ഇത്രയും വിശദീകരിച്ച് വീണ്ടും ദ കേവ് എൻട്രൻസ് ഷോയിങ് ഹൈക്കേഴ്സ് എൻട്രിങ്. ഗുഹാമുഖം, ഗുഹയുടെ എൻട്രൻസ് ഭാഗം സ്ക്രീനിൽ കാണിക്കുക. യാത്രക്കാർ, സന്ദർശകർ ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന ആ കാഴ്ചകളും ചിത്രീകരിക്കുക. വീണ്ടും നറേറ്റർ. ഇൻസൈഡ് ദ കേവ്സ് യു വിൽ ഫൈൻഡ് കാർവിംഗ്സ് ദാറ്റ് ഡേറ്റ് ബാക്ക് ഓവർ 6000 years. നിങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് 6000 വർഷങ്ങൾ പഴക്കമുള്ള കാർവിങ്സ്, കല്ലുകളിൽ കൊത്തിവച്ചിരിക്കുന്ന ചിത്രങ്ങൾ കാണാൻ സാധിക്കും. These rare drawings are the only Stone Age examples in South India. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏറ്റവും പ്രാചീനമായ ഏക ശിലായുഗ ചിത്രീകരണങ്ങളാണ് അവശേഷിക്കുന്നത് എടക്കൽ ഗുഹയിൽ എന്നുള്ള വിശദീകരണം നൽകുന്നു. ശേഷം ക്ലോസപ്പ് ഷോട്ട്സ് ഓഫ് ദ കാർവിങ്സ്. ഗുഹക്കകത്ത് ചുമരുകളിൽ, കല്ലുകളിൽ കാണുന്ന എഴുത്തുകളും ചിത്രങ്ങളും പ്രാചീനമായിട്ടുള്ള ആ കാർവിങ്സ് വളരെ ക്ലോസപ്പ് രൂപത്തിൽ വലുതാക്കി തന്നെ സ്ക്രീനിൽ കാണിക്കുക. വീണ്ടും നറേറ്ററുടെ വിശദീകരണം. The walls are covered with carvings of animals, people and symbols. ഗുഹാ ചുവരുകളെല്ലാം തന്നെ പലതരത്തിലുള്ള ആനിമൽ രൂപങ്ങൾ കൊണ്ടും മനുഷ്യ രൂപങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ മറ്റ് പല ചിത്രീകരണങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും അലങ്കൃതമാണ്. ചുവരുകളെല്ലാം തന്നെ ഇത്തരം ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. They reveal the existence of a highly developed ancient civilization. ഈ ചിത്രങ്ങളും എഴുത്തുകളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു പുരാതനമായ സംസ്കാരം അക്കാലത്തും നിലനിന്നിരുന്നു എന്നാണ്. ഇങ്ങനെ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ ലാൻഡ്സ്കേപ്പ് വ്യൂസ് ആൻഡ് ഷോട്ട്സ് ഓഫ് ആൻ ഓൾഡ് ട്രേഡ് റൂട്ട്സ്. ഗുഹ പരിസരത്തൂടെ കടന്നു പോകുന്ന ഒരു ട്രേഡ് റൂട്ട്, വാണിജ്യ ആവശ്യത്തിനു വേണ്ടി പഴയ കാലത്ത് തന്നെ ഉപയോഗിച്ചിരുന്ന ചില വഴികൾ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അതെല്ലാം അതിൻ്റെ ചിത്രീകരണമാണ് കാണിക്കേണ്ടത്. വീണ്ടും നറേറ്റർ
ഈ ചിത്രീകരണം വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ലൊക്കേറ്റഡ് അലോങ് ആൻ ആൻഷ്യന്റ് ട്രേഡ് റൂട്ട്. എടക്കൽ കേവ് നിലകൊള്ളുന്നത് ഒരു പുരാതനമായ വാണിജ്യ പാതയോട് ചേർന്നുകൊണ്ടാണ്. ദീസ് കേവ്സ് വൺസ് കണക്ട് ദ ഹൈലാൻഡ്സ് ഓഫ് മൈസൂർ ടു മലബാർ കോസ്റ്റ്. എടക്കൽ കേവ് ഈ പ്രദേശം ഒരു കാലത്ത് മൈസൂരുമായി മലബാർ കോസ്റ്റിനെ ബന്ധിപ്പിച്ചിരുന്നു വാണിജ്യപരമായി എന്നുള്ള വിശദീകരണം നൽകുന്നു. ശേഷം കട്ട് ടു ട്രാവൽ റൂട്ട്സ് ടു എടക്കൽ കേവ്സ്. എടക്കൽ ഗുഹാപ്രദേശത്തേക്ക് വരുന്ന ട്രാവൽ റൂട്ടുകൾ, സഞ്ചാരമാർഗങ്ങൾ, വഴിത്താരകൾ ഒക്കെ ചിത്രീകരിച്ച് കാണിക്കുക. വീണ്ടും നറേറ്റർ വിശദീകരിക്കുന്നു. Visitors can easily reach Edakal by train or bus from nearby cities. എടക്കൽ കേവ് സന്ദർശിക്കാൻ വരുന്ന സന്ദർശകർക്ക് ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ ഒക്കെ എത്തിച്ചേരാം നിയർബൈ സിറ്റീസ്, വയനാടിന്റെ അടുത്ത സിറ്റികളിൽ നിന്ന്. ഇത്രയും വിശദീകരിച്ചുകൊണ്ട് ക്ലോസിംഗ് സീൻ, എയറിൽ ഷോട്ട് ഓഫ് ദി കേവ്സ്. ചിത്രീകരണം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാന ഭാഗം എന്നുള്ള നിലക്ക് എയറിയൽ ഷോട്ടാണ് കാണിക്കേണ്ടത്. ഉയരത്തിൽ നിന്നുള്ള, അന്തരീക്ഷത്തിൽ നിന്ന് ചിത്രീകരിക്കുന്ന പോലെ ഡ്രോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ നിന്ന്, വനത്തിന് മുകളിൽ നിന്ന് കേവിന്റെ ഭാഗം ചിത്രീകരിച്ച് കാണിക്കുന്നു. ഈ ഡോക്യുമെന്ററിയുടെ അവസാനം, സമാപനം എന്ന രൂപത്തിൽ വീണ്ടും നറേറ്ററുടെ വിശദീകരണം. എ വിസിറ്റ് ടു എടക്കൽ കേവ്സ് ഈസ് എ ജേർണി ത്രൂ ടൈം. എടക്കൽ ഗുഹ സന്ദർശിക്കുന്നത് തീർത്തും കാലഘട്ടത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. Where history and adventure meet in the heart of nature. എടക്കൽ ഗുഹയിൽ ചരിത്രവും സാഹസികതയും പ്രകൃതിയുടെ ഹൃദയത്തിൽ ഒരുമിച്ച് ചേരുന്നു എന്നുള്ള വിശദീകരണത്തോടു കൂടി ഈ ഡോക്യുമെന്ററി അവസാനിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യപ്പെടുന്ന ഡിസ്കോഴ്സുകൾ. ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.